2-3 ദിവസമായിട്ട് നമുക്ക് ഈ ഫോൺ എടുക്കലില്ലാത്ത വേറൊരു ഏർപ്പാടില്ല പറഞ്ഞ പോലെയാണ്. വിളിയോട് വിളി ഇതുവരെ ഇല്ലാത്ത അത്ര തിരക്കിട്ട ഞാനും ആ ഗന്ധം വിട്ടു. അപ്പോൾ എന്താ എല്ലാവർക്കും മിഞ്ഞാന്ന് അനിയൻ്റെ കൂടെ ഒരു ചെറിയ ട്രിപ്പൊക്കെ പോയിരുന്നു. ആ ട്രിപ്പിൽ ഫോൺ ലാസ്റ്റ് ഞാൻ സൈലൻ്റ് ആക്കി വെച്ച്. സ്വിച്ച് ഓഫ് ആക്കാനും വയ്യ, അത്യാവശ്യമുള്ള കോൾ എടുക്കാതിരിക്കാനും വയ്യ. അപ്പോൾ എന്താ സംഭവം, മിഞ്ഞാന്ന് ഞാനിട്ട ആ വീഡിയോ ഞാനല്ല അതിൻ്റെ തലേന്ന് ഞാൻ ഇട്ടില്ലേ നൈറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളോ ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഇതിലേത് പ്രശ്നം നിങ്ങൾക്ക് ഉള്ളത്, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ നിങ്ങൾ ഞങ്ങൾക്കൊക്കെ നല്ലത് പറഞ്ഞിട്ടുണ്ടാണല്ലോ, നിങ്ങൾക്ക് ഇതിലേത് പ്രശ്നമുള്ളത്, നിങ്ങളെ ഭർത്താവാണോ മോശക്കാരൻ, നിങ്ങളെ വീട്ടുകാരാണോ അതോ നിങ്ങളെ ഉപ്പാക്ക് അങ്ങനെയാണോ, ഇനി എന്തോ ഒരു ഡൗട്ട്. നല്ല രസം. ഞാൻ കുറേ ചിരിച്ചും ചെയ്ത് എന്നാൽ ചിന്തിച്ചും ചെയ്ത്. എന്തായാലും നമ്മളെക്കുറിച്ച് നിങ്ങളൊക്കെ ഓർത്തല്ലോ എന്നുള്ളതിൽ നല്ല സന്തോഷമുണ്ട്. വിളിച്ചവരോടൊന്നും നമുക്ക് പരാതിയും പരിഭവമൊന്നും ഇല്ല കേട്ടോ, അതൊന്നും വിചാരിക്കണ്ട. ഉള്ളിൽ ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷമുണ്ട്. നമുക്കും ചോദിക്കാനും പറയാനൊക്കെ ഒരാളായല്ലോ എന്ന് ഞാൻ കാക്കൂനോട് ചുമ്മാ പറയുകയും ചെയ്ത്. ചുരുക്കി പറഞ്ഞ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ്. പക്ഷെ എന്താ പറയുക, ഈ തോൽവിക്കൊരു സുഖമുള്ള തോൽവിയാണെന്ന് മാത്രം കേട്ടോ. നമുക്ക് അങ്ങനെ യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ ഇത് തുടങ്ങുള്ളൂ എന്നുള്ളൊരു ഉദ്ദേശം ഞാൻ ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ ഒരു മോട്ടിവേഷണൽ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് വിളിക്കും, സംസാരിക്കൊക്കെ ഓല അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലവർ പറയും ഞങ്ങളത് വീഡിയോയിൽ പറയണം, വീഡിയോയിൽ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങളോടൊന്ന് മനസ്സ് തുറന്ന ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ട് പറയണ ഒരുപാട് പേരുണ്ട്. അവരുടെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ പറയാറില്ല. ചിലർ പറയും ഞങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം, എന്നാൽ അത് കേട്ടിട്ട് ഇതുപോലെ ആർക്കെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഓൽക്ക് സന്തോഷമാവട്ടെ, സമാധാനമാവട്ടെ. നിങ്ങൾ പറയണ്ടേ കേൾക്കാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഓൽക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാനിവിടെ ഷെയർ ചെയ്യും. അല്ലാത്തവർക്ക് നിങ്ങളൊക്കെ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവരാണ്, നിങ്ങളത് പലരും എന്നോട് സംസാരിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതുവരെ പറഞ്ഞിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇതിലൊന്നും ഞാൻ പറയാത്തൊരു സംഭവം എനിക്കുണ്ടേനി. എനിക്ക് ആകെപ്പാടെ ഒരു ഒറ്റപ്പെടലായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു 16-ാമത്തെ വയസ്സിൽ അതിൻ്റെ കല്യാണം കഴിച്ച് +1 കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെത്തേണ്ട ടൈമിലാണ് വല്യമ്മക്ക് ആകെ ഒരു പെൺകുട്ടി ഉണ്ടായത്. ഇനി ആദ്യമായിട്ടൊരു കുട്ടി ഉണ്ടായതാണ് വല്യമ്മാൻ്റെ കയ്യിൽ വെച്ചിട്ട്. 6 ആൺകുട്ടികളെ പ്രസവിച്ചാണ്. എന്നിട്ട് അന്നൊക്കെ ആ സമയത്തൊക്കെ 8ഉം 10ഉം കുട്ടികൾ അതിലുള്ള ഒരു സമയമല്ലേ, അതിലൊരു ആകെപ്പാടൊരു പെൺകുട്ടി ഉണ്ടായത് ഇനി വല്യമ്മക്ക്. എന്നിട്ട് ആ വല്യമ്മക്ക് അന്ന് ഉമ്മ ഒന്നും സുഖമില്ലാത്തതാണ് വല്യമ്മാൻ്റെ. അപ്പം തൊട്ടിൽ നിന്ന് എടുത്തപ്പോൾ കുടൽമാറ്റം മറിഞ്ഞെന്നാണ് പറഞ്ഞത്. കുടലാറ്റം മറിഞ്ഞെന്നാണ് വല്യമ്മ പറഞ്ഞു കേട്ടത്. അങ്ങനെ ആയിട്ട് ആ കുട്ടി തൊട്ടിൽ വെച്ച് തന്നെ വല്യമ്മാൻ്റെ കൈ കൊണ്ടാണ് മരിച്ചത്. ആ കുട്ടി ചെറുപ്രായത്തിൽ ഊതി വെച്ചൊരു കുട്ടി ഉണ്ടായതാണ്. അങ്ങനെ ആ കുട്ടീൻ്റെ പേരായിരുന്നു എനിക്ക് വല്യമ്മട്ടിയിരുന്നത്, പാൻ്റമ്മട്ടിയിരുന്നത്. പക്ഷെ എൻ്റെ അമ്മക്ക് ആ പേര് ഇഷ്ടപ്പെടാനായിട്ട് എൻ്റെ അമ്മ പട്ടിണിയൊക്കെ കിടന്ന് സമരം ചെയ്ത് മാറ്റിയതാണ് എൻ്റെ പേര്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാത്തിനും മുൻപന്തിയിലായിരുന്നു. എന്താ വെച്ചാൽ സ്കൂൾ ചേർക്കണ എല്ലാവരും 3ാം വയസ്സിൽ ഇന്ന് സ്കൂളിൽ ചേർത്തില്ല. അന്നൊക്കെ സ്കൂളിൽ കുട്ടികളും ഇല്ല. എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ചോദിക്കും. അത് അങ്ങനെ ഞങ്ങളെ നാട്ടിൽ അന്ന് സ്കൂളൊക്കെ ഒരുവിധം സെറ്റപ്പായി വരുന്ന ടൈമിന് അപ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് സ്കൂൾ പൂട്ടണം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി അതിൻ്റെ മാനേജ്മെൻറ്റേരും പറഞ്ഞു. അപ്പോൾ അങ്ങനെ വല്യമ്മക്ക് സ്കൂളിൽ ചേർത്താൻ പൂതി പേരക്കുട്ടീനെ അങ്ങനെ വേഗം ചേർത്തി. എന്നിട്ട് ഉച്ചയ്ക്ക് ചോറുന്നാനൊക്കെ എനിക്ക് ചോറായിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് വാരിത്തരും, അങ്ങനെ കൊണ്ടാക്കിത്തരും കൊണ്ടുവരും. അങ്ങനെ വല്യമ്മ ഒരുപാട് തലയിലൊക്കെ വെച്ച് വളർത്തിയൊരു പേരക്കുട്ടിയാണ് ഞാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നിലായി വന്നീനി. എൻ്റെ ഒപ്പമുള്ളവരൊക്കെ 9ലായപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലേനി. അതുപോലെ ഒപ്പമുള്ളവരൊക്കെ +1 ആയ ടൈമിൽ ഞാൻ +2ലേക്കായി. ഒരു മാസമായിട്ടില്ല, അതിൻ്റെ മുന്നേ കല്യാണം കഴിഞ്ഞു. അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ വല്യമ്മ മരിച്ചതൊന്നും കാണാൻ നിന്നിട്ടില്ല. പക്ഷേ അമ്മമാർക്കൊന്നും പെൺകുട്ടികളില്ലായിരുന്നു. അപ്പോൾ അമ്മമാരെല്ലാവരും നാട്ടിൽ ഒരുമിച്ചൊരു ടൈമായി. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് കല്യാണം എന്നുള്ള രീതിയിലായി. പിന്നെ കുറച്ച് തടിയുള്ളതുകൊണ്ട് അധികം പാത്തെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്ട് വേഗം നമ്മളെ കാക്ക എന്തോ ഒക്കെ ഒരു അപരാധം ചെയ്തണം, അതുകൊണ്ട് അതിൻ്റെ തലേക്കായി. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ജീവിതം അവിടുത്തെ ജീവിതം ഒരുപാട് വ്യത്യാസമുണ്ട്. വേറൊന്നുമില്ല, അവിടെ നമുക്കൊരു അടുക്കും ചിട്ടിയൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ വളവള എനിക്ക് ഈ സംസാരം അതാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയണവരുണ്ട്, മിത്രം എന്ന് പറയണവരുണ്ട്. ഏതായാലും നമുക്ക് എന്താ പറയുക, ഈ വർത്താനം കൊണ്ട് ഇപ്പം നിങ്ങളും കുടുങ്ങിയില്ലേ, അതേമാതിരി തന്നെ. അപ്പോൾ അവിടെ നിന്ന് എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4-5 വീട്ടിലത്തെ ഞങ്ങളെ ചുറ്റും ഫാമിലിയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്താ ചായക്കടി എന്താ അടുത്ത വർത്താനം എന്നൊക്കെ അറിയട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചായ എടുക്കാനിരിക്കുള്ളൂ. സ്കൂള് 9 മണിക്കായാലും
അതിൻ്റെ മുന്നേ എല്ലായിടത്തും ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവിടെ വച്ചിട്ട് ഇവിടെ വച്ചിട്ട് അങ്ങനെ ഒരു ലെവലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സോപ്പും പെട്ടിക്കുള്ളിലൊരു ജീവിതമാണ്. എന്താ വെച്ചാൽ ഈ 4 മതിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകമില്ല എന്ന് വെച്ചിട്ട് കെട്ടിപ്പൊട്ടിയിരിക്കുക എന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ ചുറ്റുവട്ടത്തിലുള്ളവർക്കൊക്കെ അതൊരു ശീലമാണ്. അവരവരുടെ കാര്യം എന്നുള്ള ഒരു ലെവലിലാണ് എല്ലാവരും. എന്നാലും എനിക്കിങ്ങനെ ഒരു എന്താ പറയുക, ഇരെടുക്കുമ്പോൾ ഞാൻ അങ്ങനെ താത്താ ചോറിനോ ചോറായോ ചാറായോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും. അപ്പോൾ അതിനുള്ള മറുപടി പറയാമെന്നല്ലാതെ പ്രത്യേകിച്ച് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാനൊന്നുമില്ല. പിന്നെ കുറച്ച് മാറിയിട്ട് ഇവിടുത്തെ കാക്കുവിൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും അധികം അവരിങ്ങോട്ടും വരവില്ല, നമ്മളങ്ങോട്ടും പോക്കില്ല. എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നു മാത്രം. പിന്നെ പെട്ടെന്ന് മോനെ വയറ്റിലുണ്ടായി. അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് തന്നെ പോയതുകൊണ്ട് വലിയൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ മോന് 1 മാസമാവുന്ന മുമ്പ് കാക്കു ഗൾഫിലേക്ക് പോയി. ഞാൻ മോൻ്റെ 3 മാസത്തെ 90 കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോക്കിന് ഇപ്പോൾ ഇവിടെ കാക്കുമില്ല, കാക്കുവിൻ്റെ ഉപ്പില്ല, ഞാനും കാക്കുവിൻ്റെ ഉമ്മയും മാത്രം വീട്ടിൽ. ഏട്ടൻ്റെ ഭാര്യ ഏട്ടനൊക്കെ അന്ന് ഗൾഫിൽ സെറ്റിൽ ചെയ്യുന്നു. പിന്നെ നാത്തൂനുണ്ട്, അവരും അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടെ വീട്ടിലും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടെങ്കിലും ആളൊരു ആക്റ്റീവല്ല, അങ്ങനെ സംസാരിക്കുന്നൊന്നും കൂട്ടത്തിലല്ല. ഉമ്മയായാലും കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നല്ലാതെ തമാശ ഒന്നും വല്ലാതെ അങ്ങനെ പറയില്ല. എന്നാലും ഞാനങ്ങനെ പറയും, അത് ആക്സെപ്റ്റ് ചെയ്യണം. ഉമ്മയുണ്ട്, നമുക്ക് എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് സപ്പോർട്ടുള്ള ഉമ്മയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും എന്തൊക്കെയോ എനിക്ക് നേരം വെളുക്കണ്, വൈകുന്നേരം ആവണ്. ഇന്നലെ കഴുകിയ പാത്രം ഇന്നും കഴുകണ്. തീരെ രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകണ ബുക്സ് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവന്നാൽ ബാഗിൽ വെക്കും. രാവിലെ അതെടുത്തിട്ട് ക്ലാസ്സിന് പോകുന്നല്ലാതെ പുസ്തകമായിട്ട് കൂടുതൽ ബന്ധമൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല പഠിപ്പികളൊക്കെ +1 റിസൾട്ട് അറിഞ്ഞപ്പോൾ തോറ്റപ്പോൾ ഒന്നും പഠിക്കാത്ത ഞാൻ പാസ്സായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ അന്ന് പഠിക്കും കൂടി ചെയ്തിക്കണേ, നല്ലൊരു മാർക്ക് കിട്ടി എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒറ്റമേശ സമ്മേളനമൊക്കെ നിന്നിരുന്നു. കാണാൻ വരുന്നൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റോർ റൂമിൽ നിന്നിട്ട് കരഞ്ഞൊക്കെ ചെയ്ത് എനിക്ക് പഠിക്കണം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ മാർക്കും വെച്ചാണ്ട് കൂടുതൽ എത്ര പഠിക്കാനാ, പഠിക്കണം എന്നുള്ള ചിന്ത ഉള്ളവർ ഇങ്ങനെയല്ല പ്രോഗ്രസ് കാർഡിൽ ആ മാർക്കൊന്നും കാണാനില്ലല്ലോ. അപ്പം അന്ന് പഠിച്ച് ആ മാർക്ക് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, സ്കൂളിൽ പോയി വെറുതെ എന്താ പറയുക ആ ഒരു രസത്തിൻ്റെ വില അറിഞ്ഞു തുടങ്ങിയത് ആ കല്യാണം ഉറപ്പിച്ചതിൻ്റെ ശേഷമാണ്. അതിൻ്റെ ശേഷമൊക്കെ ഞാനിങ്ങനെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷ്മാർ പറയും, ഓളെ കണ്ടാണ്ട് ആരും പഠിക്കാതെ കണ്ട, ഓള് കച്ചവടം ഉറപ്പിച്ചാന്ന്. പക്ഷെ അന്ന് ആ വാക്കിൻ്റെ വില എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി പക്ഷേ ഈ ഒരു കുറച്ച് ദിവസം ആ ഒറ്റപ്പെട്ട് നിന്നപ്പോൾ ഞാൻ എന്നും രാത്രി കരയും, പഠിച്ചോനെ എന്താ അപ്പത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും കൂടിയിട്ട് എന്തോ ഒരു ഒറ്റപ്പെടലും ഒരു സങ്കടം തന്നെ. പിന്നെ മോനുണ്ടെങ്കിലും കൂടിയിട്ട് എനിക്ക് മോനോട് എന്താ പറയുക, അന്നും മോനുണ്ട് പക്ഷെ എനിക്ക് കുട്ടികളെ നോക്കാനോ അതൊന്നും അറിയണ ഒരു ലെവലും ആയിട്ടില്ല. 17ാമത്തെ വയസ്സിലാണ് ഞാൻ മോനെ പ്രസവിച്ച്. 21 വയസ്സാവാതെ ആരും കല്യാണം കഴിക്കൂല. അവനാണെങ്കിൽ അത്ര ആക്റ്റീവും ഇല്ല. ഒരു ചെറുപ്പത്തിലൊക്കെ ഫുൾ ടൈം ഒരു ഉറക്കിൻ്റെ ആളായിരുന്നു. ആ ചെറുപ്പ ടൈമിലൊക്കെ ഉള്ള ടൈമിൽ ഞാനിങ്ങനെ കളിപ്പിക്കും. എന്നാലും ഇപ്പോൾ എത്രയെന്ന് വെച്ചിട്ടാ എന്താ പറയുക, അവൻ ആ ഒരു വയസ്സുള്ള ഒരു ടൈം കളിപ്പിക്കും ഉണ്ടാവും. എന്നാലും എന്താ പറയുക, എന്തൊക്കെയോ എനിക്ക് ദേഷ്യം. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലിങ്ങനെ ഫ്രീ ആയിട്ട് ഒരു കുടുംബശ്രീൻ്റെ വകയായിട്ടൊരു കോഴ്സ് ഉണ്ടായിരുന്നു, ഈ സ്റ്റിച്ചിങ് ക്ലാസ് ഇതൊക്കെ പഠിക്കണം. അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ താത്താണ്ട് അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞ് സ്റ്റിച്ച് അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അതിന് എത്രയോ 3 മണിക്കൂർ അങ്ങനെ എന്തോ 11 മണി മുതലാണ് അങ്ങനെ എന്തോ ആണ്. പക്ഷെ ആ ടൈമിൽ ഇവിടെ എനിക്ക് പണി മോളിനെ കാര്യങ്ങൾ അത് ഇതൊക്കെ ആയപ്പം ആ ടൈമിൽ എനിക്ക് പോകാൻ പറ്റൂല വേറെ. അപ്പം ഞാൻ ചോദിച്ചാൽ താത്ത ഞാൻ വേറെ പൈസ തരാം, നിങ്ങൾ ഇന്നെ ഒന്ന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റിച്ചിങ് പഠിപ്പിച്ച് തരുമോ, എനിക്ക് പറ്റുന്ന ടൈം ഏതാ ആ ടൈമിൽ ഞാൻ വരുള്ളൂ, അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ആയിത്ത ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ ഞാൻ പോവും. ഞാൻ മോനെപ്പോഴാണ് ഉറങ്ങണ മൂടുള്ളത് അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഓൻ ഉറങ്ങണ ആ ടൈമിൽ ഞാൻ പോവും. അതിന് മുമ്പൊക്കെ ഒത്തിരി തവണ എൻ്റെ അമ്മ എന്നെ സ്റ്റിച്ചിങ് ക്ലാസ്സിനൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പോവും, അവിടെ ചെന്നിട്ട് വെറുതെ വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടാക്കി. കാരണം എനിക്കന്നൊന്നും ആ ഇൻട്രൈമൊക്കെയുള്ള ശ്രദ്ധയില്ല. പക്ഷെ ഇപ്പോൾ വേറെ ഒന്നും ഇല്ലാതായപ്പോൾ എൻ്റെ വീട്ടിലും അധികം ടൈം പോകാൻ നിൽക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കാക്കൂൻ്റെ ഉമ്മാക്ക് പേടിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ അതിന്നൊക്കെ ഒരു ഇതെന്ന് വിചാരിച്ചിട്ട് ആ 1 മണിക്കൂർ ഞാൻ മെനക്കെട്ട് 1 മാസം കൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് ആദ്യം അറിയുന്ന ആളാണ്. ബാക്കി അളവ് കാര്യങ്ങളൊക്കെ പഠിച്ച് അതിന് ശേഷം എൻ്റെ സ്വന്തമായിട്ടുള്ള ചുരിദാർ കാര്യങ്ങളൊക്കെ ഞാൻ അടിക്കും. പഴയ നൈറ്റീസുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ
നൈറ്റിയൊന്നും ഞാനന്ന് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടില്ല, ചുരിദാറും ബ്ലൗസുമാണ് പഠിച്ചത്. ചുരിദാർ ഞാൻ പിന്നെ ഒരുപാട് അടിച്ച്, ബ്ലൗസ് പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ടല്ലേ, നമ്മൾ യൂസ് ചെയ്യേണ്ടല്ലേ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നൈറ്റി എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രായപ്പോൾ ഈ കടയിൽ നിന്ന് ഇങ്ങനെ പൈപ്പിംഗ് വെച്ചിട്ടുള്ള നൈറ്റി ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിട്ടാണ്. അന്ന് മോന് പാൽ കുടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ചുരിദാർ വീട്ടിൽ നിന്ന് ഇടാതെ നൈറ്റി തന്നെ ആക്കി ഡെയിലി യൂസ് ചെയ്യാൻ. പിന്നെ അപ്പോൾ അതിങ്ങനെ എനിക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ഇടാൻ എടുത്തിരുന്ന അതിൻ്റെ ആ നെക്കിൻ്റെ ഭാഗമൊക്കെ സേഫ്റ്റി പിന്നുകൊണ്ട് അയച്ച് നോക്കിയിട്ട് അതുപോലെ അത് അയച്ച് ഒഴിവാക്കിയിട്ട് വേറെ പീസൊക്കെ എന്നിട്ട് ചുരിദാർ മോഡൽ അങ്ങനെ അതിനെ നെക്കാക്കിയിട്ട് സിമ്പിളാക്കിയിട്ടൊക്കെ അങ്ങനെ അടിച്ച് നോക്കി. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇനി പീസ് കിട്ടിയാൽ അങ്ങനെ അടിച്ച് നോക്കിക്കൂടെയെന്ന്. അങ്ങനെ ഞാനിവിടെ ഞങ്ങളുടെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിലൊക്കെ പോയിട്ട് നല്ല വിലയാണ് അവിടെ കട്ട് ചെയ്തിട്ട് പീസ് എടുത്തിട്ട് അവിടുന്ന് എടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് ഓക്കെ ആയി. അങ്ങനെയാണ് പിന്നെ ഈ നൈറ്റി ബിസിനസ് എന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്ന് തൊട്ടടുത്തുള്ളൊരു വീട്ടിലുള്ള ഇത്താൻ്റെ മോളോടും കൂടി പറഞ്ഞിട്ട് അവളോ അന്ന് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പണികളൊക്കെ ആയിട്ട് വീട്ടുപണിയായിട്ട് അവൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങി. ഞാൻ വീഡിയോയിൽ പറഞ്ഞ 3 ഇല്ലെങ്കിലും അതിനേക്കാളൊക്കെ മാരകമായിട്ടാണ് ഈ ഒറ്റപ്പെടൽ എനിക്കന്ന് തോന്നിയത്. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ അന്ന് തോന്നിയിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ ഇതൊന്നും ആയിട്ടുണ്ടാവില്ല, എനിക്കിൻ്റെതായിട്ടുള്ളൊരു അടിത്തറ ഉണ്ടാവില്ല. സ്റ്റിച്ചിങ് ഒക്കെ ഏകദേശം ലെവലായതിന് ശേഷമാണ് യൂട്യൂബ് ചാനലിലേക്ക് തുടങ്ങിയത്. രണ്ടും സക്സസ് ആവാൻ ഞാൻ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് കളിയാക്കലുകൾ സഹിച്ചിട്ടുണ്ട്. കളിയാക്കിയിട്ടൊന്നും താഴ്ന്ന് നിൽക്കാതെ ഒഴിവാക്കാതെ മുന്നോട്ട് തന്നെ എൻ്റെ കാര്യമാണ്, അതെന്തായാലും ഞാനായിക്കോളാം എന്നുള്ള മനസ്സിൽ ഞാൻ പിടിച്ചു നിന്നതുകൊണ്ടാണ് ഇന്ന് എനിക്കത് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അത് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഈ ബിറ്റുകളൊക്കെ കൊടുക്കാനുള്ളതാണ്. 3 ഒരുപാട് വന്നിട്ടുണ്ട്. വേണ്ടവരൊക്കെ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ് ചെയ്യാൻ മറക്കല്ലേ, ഫാമിലിക്കും ഷെയർ ചെയ്യണേ.